എല്ലാവർക്കും നമസ്കാരം. ഒരു കാലഘട്ടത്തിൽ ചാലക്കുടിയും ചാലക്കുടിയുടെ സമീപ പ്രദേശങ്ങളിലൂടെയും നമുക്ക് നടന്നു പോകണമെങ്കിൽ നാം മാത്രം വിചാരിച്ചാൽ പോരാ. മറ്റു പലരുടെയും കരുണ ആവശ്യമാണ്. കരുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയാണ് കരുണ? ഗുണ്ടാ തലവന്മാരുടെയും തമ്മിത്തല്ല് റൗഡി ടീമുകളുടെയും പിടിച്ചുപറി ടീമുകളുടെയും. എന്തിനാ പറയണേ? മര്യാദയ്ക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് അടുത്ത ജംഗ്ഷനിലേക്ക് വരെ പോകണമെങ്കിൽ മുകളിലുള്ള പല ഈശ്വരന്മാരും അനുഗ്രഹിച്ചാൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. അങ്ങനെ ഒരു കാലഘട്ടം ചാലക്കുടിയിലുണ്ടായിരുന്നു. ഒരു 80കളിലൊക്കെ നമ്മുടെ മേലൂരിലെ പല ജംഗ്ഷനിലൂടെ പോകണമെങ്കിൽ എത്ര ജപമാല ചൊല്ലിയാലും അപ്പുറത്തേക്ക് എത്തുമെന്നുള്ളൂ ഭയങ്കര സംശയമാണ്. ഈ കാലഘട്ടം ഒരു ടൈമിൽ ഇവിടുന്ന് ഔട്ട് ഓഫ് ആയി പോയി. നമ്മുടെ പെരുന്നാളുകളും ഉത്സവങ്ങളൊക്കെ ആസ്വദിക്കുക എന്നുള്ള തലത്തിലേക്കൊക്കെ എത്തിച്ചേർന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും ആ പഴയ കാലഘട്ടം തിരിച്ചു വരികയാണ്. ഈ തമ്മിത്തല്ല് സംഭവങ്ങളും ജംഗ്ഷനിൽ വടിവാൾ വീശും, വടിവാൾ കൊണ്ട് പയറ്റും, മറ്റു സംഭവങ്ങളും ഇതൊക്കെ അരങ്ങേറുന്ന നമ്മുടെ കവലകളിൽ ഭയവിഹലമാക്കുന്ന രംഗങ്ങൾ ആവർത്തിക്കപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് വീണ്ടും ചാലക്കുടിയിലെ സമീപ പ്രദേശങ്ങളിലെ പല ജംഗ്ഷനുകളും ഹേതുവാകുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒക്ടോബർ 13 കുറ്റിച്ചിറ ജംഗ്ഷനിലെ മീൻ മാർക്കറ്റിന് സമീപം നടന്ന ഒരു വടിവാൾ വീശൽ. നിങ്ങൾ ഈ കാണുന്ന കാഴ്ച കണ്ടില്ല? ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അതിൽ ഒരാൾ വടിവാളും പിടിച്ചിരിക്കുന്നുണ്ട്. അയാളുടെ പേര് ഡെയ്സൺ എന്നാണ്. മറ്റൊരാൾ അയാളെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. എന്താണ് സംഭവം? വെട്ടലട വെട്ടലട വെട്ടലട. എന്താണ് ഈ സംഭവം? ഈ സംഭവത്തിന് നിദാനമായ കാരണം അന്വേഷിച്ചപ്പോഴും വളരെ നിസാരമായ സംഭവം മുൻവൈരാഗ്യമാണ്. ആരാണ് ഇതിലെ ഇരയാക്കപ്പെട്ട വ്യക്തി? ആരെയാണ് ഇതിലെ പ്രതികൾ? ഇരയാക്കപ്പെട്ട വ്യക്തിയുടെ പേര്, അതായത് വെട്ടുകൊണ്ട ആളുടെ പേര് അക്ഷയ് സുന്ദർ, സൺ ഓഫ് സുന്ദർ, 27 വയസ്സ്, പോട്ട പേരാമ്പ്ര വില്ലേജ്, കാമറ്റത്ത് വീട്. ഇതാണ് ഈ അഡ്രസ്സ്. ഈ അഡ്രസ്സിൽപ്പെട്ട ആളുടെ സുഹൃത്തുക്കളൊക്കെ തന്നെയാണ് ഇദ്ദേഹവുമായിട്ട് പരിചയക്കാര് ഇദ്ദേഹവുമായിട്ട് ഈ പ്രത്യയശാസ്ത്രപരമായ പയറ്റൽ പരിപാടി നടത്തിയത്. പ്രതികളാക്കപ്പെട്ടവർ 2 പേർ കുറ്റിക്കാട് സ്വദേശികളും, ഒന്ന് കണ്ടാലറിയാവുന്ന കുറ്റിച്ചിറ സ്വദേശിയും. കുറ്റിക്കാട് സ്വദേശിയായിട്ടുള്ള ഡെയ്സൺ, രണ്ടാമത്തെ കുറ്റിക്കാട് സ്വദേശിയായിട്ടുള്ള സുഭാഷ്. എന്താ സംഭവം? സംഭവത്തിന്റെ കഥ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടി ഉറയ്ക്കും. അതായത് ഈ വെട്ടുകൊണ്ട ഈ ആവലാതിക്കാരനായിട്ടുള്ള അക്ഷയ് സുന്ദർ എന്ന് പറയുന്ന ആൾ, അയാളുടെ പരിചയക്കാരനായിട്ടുള്ള സുഭാഷ് എന്ന് പറയുന്ന ബാർബർ ഷോപ്പ് കുറ്റിച്ചിറ ജംഗ്ഷനിൽ നടത്തുന്ന സുഭാഷിന്റെ പാർട്ട്ണറായിട്ടുള്ള സുധി മൊബൈൽ ഫോൺ വാങ്ങിച്ചതിന്റെ EMI, ആ EMI ഈ പറയുന്ന അവലാതിക്കാരൻ അടച്ചതിന്റെ പേരിൽ അവലാതിക്കാരൻ ആ പൈസ തിരിച്ചു ചോദിക്കാൻ വേണ്ടി ചെന്നു. അവിടെ ചെന്ന് അവലാതിക്കാരന്റെ വക ഷോവർക്ക് മറ്റു പരിപാടികൾ, അവിടെ ഈ പറയുന്ന ബാർബർ ഷോപ്പിന്റെ ഷട്ടർ പൂട്ടി അവിടുത്തെ പണിക്കാരായിട്ട് വിഷയങ്ങൾ, ആ വിഷയങ്ങൾക്ക് ശേഷം അതിന്റെ മുൻവൈരാഗ്യം തീർക്കാൻ ഒക്ടോബർ 13 ഒന്നാം പ്രതിയായിട്ടുള്ള ഡെയ്സനും രണ്ടാം പ്രതിയായിട്ടുള്ള സുഭാഷ്, മൂന്നാം പ്രതി കണ്ടാലറിയാവുന്ന കുറ്റിച്ചിറ സ്വദേശിയും കൂടി ഒരു കാറിൽ ഈ പറയുന്ന അക്ഷയ് സുന്ദറിനെ കാറിന്റെ അകത്ത് കയറ്റി നേരെ കൊണ്ടുവരുന്നു കുറ്റിച്ചിറ ജംഗ്ഷനിലേക്ക്, ഈ മീൻ മാർക്കറ്റിന് സമീപം. അവിടെ കൊണ്ടുവരുന്നു. അയാളെ കാറിൽ നിന്ന് പിടിച്ചിറക്കി അയാളെ മർദ്ദിക്കുന്നു, തല്ലുന്നു, കല്ലുകൊണ്ടടിക്കുന്നു, വടിവാലെടുത്ത് വീശുന്നു. നിന്നെ കൊല്ലുമട, ഇന്ന് തീർക്കുമട എന്നൊക്കെ പറഞ്ഞ് ഡെയ്സൺ എന്ന് പറയുന്ന ഈ ഒന്നാം പ്രതി നിന്നെ കൊല്ലുമട, നിന്നെ തീർക്കുമട എന്നൊക്കെ പറഞ്ഞിട്ട് വടിവാലെടുത്ത് വീശുന്നു. മറ്റ് സംഭവങ്ങൾ, ഗംഭീര ഷോവർക്ക്. ഇതൊക്കെ ഈ കാഴ്ച കുറ്റിച്ചിറ ജംഗ്ഷനിൽ നടക്കാണ്. എന്താണ് കുറ്റിച്ചിറ ജംഗ്ഷനിൽ? ഇത് ഈ വടിവാൾ പയറ്റിന്റെ ജംഗ്ഷനാണോ? അല്ല. ഇത് ചില വ്യക്തികൾ ഇത് എങ്ങനെയാണ് ഇത്തരം രീതിയിലേക്ക് മാറണമെന്ന് അറിയില്ല. നിന്നെ ഇന്ന് തീർക്കുമട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തിൽ ചിലപ്പോൾ എന്തും സംഭവിക്കാം. അങ്ങനെ മർദ്ദിച്ച് അവശനാക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ഇത് പോലീസ് അറിയുന്നു. ഇൻസ്പെക്ടറായിട്ടുള്ള K കൃഷ്ണൻ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഇവിടെ വരുന്ന സമയത്ത് ആരെയും കാണാനില്ല. ഈ പരിക്കേറ്റ ആളെയും കാണാനില്ല. മർദ്ദിച്ച ആൾക്കാർ മോതിരക്കണ്ടി ഭാഗത്തേക്ക് പോകുന്നു അറിയുന്നു. പിന്നീട് അവർ അന്വേഷണത്തിന്റെ ഫലമായിട്ട് പിറ്റേ ദിവസം, അതായത് ഒക്ടോബർ 14 ചൊവ്വാഴ്ച ഏകദേശം ഒരു 9:10 കൂടി അവിടെ ഈ സംഭവം നടന്നതിന്റെ പിറകിലുള്ള കള്ളുഷാപ്പിന്റെ അവിടെ നിന്നും ഒരു 100 മീറ്റർ മാറി ഒരു വീടിന്റെ പിറകിൽ നിന്നും നമ്മുടെ ഈ പരിക്കേറ്റ വ്യക്തിയെ കണ്ടെത്തുകയാണ്. അയാളെ തൊട്ടടുത്തുള്ള കോടാലിയിലെ ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ മുൻ വൈരാഗ്യമാണ് ഇതിന്റെ കാരണം. ഈ അപരാധിക്കാരന്റെ പരിചയക്കാരനായിട്ടുള്ള ഈ സുഭാഷ് എന്ന് പറയുന്ന ബാർബർ ഷോപ്പ് നടന്ന സുഭാഷിന്റെ പാർട്ണറായിട്ടുള്ള സുധി എന്ന് പറയുന്ന ആൾ മൊബൈൽ ഫോൺ വാങ്ങിച്ചതിന്റെ EMI അടച്ചത് ഈ അവലാധിക്കാരനാണ്, ഈ നമ്മുടെ അക്ഷയ് സുന്ദർ എന്ന് പറയുന്ന പോട്ട സ്വദേശി. അത് തിരിച്ചു ചോദിക്കാൻ വന്നപ്പോൾ നടത്തിയ കലുഷിതമായ പ്രശ്നങ്ങളുടെ പകപോക്കലായിരുന്നു അവിടെ നടന്നത്. വടിവാളെടുത്ത് വീശാൻ നിങ്ങൾ കണ്ടില്ലേ? ആ വാളങ്ങാനും കൊണ്ടുകഴിഞ്ഞാൽ സ്ഥിതി എന്തായിരിക്കും? പണ്ട് ഇതുപോലെ മാരാങ്കോട് ഒരു സംഭവം ഉണ്ടായിട്ടില്ല, ഒരു ഈസ്റ്റർ തലേന്ന് പരസ്പര അയലോക്കാരാ, പക്ഷെ ഒരു ദുർബല നിമിഷത്തിലോ വെട്ടിക്കൂട്ടി അവിടെ ഇട്ടു. ഇതാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജംഗ്ഷനുകളും നമ്മുടെ കവലകളും ഇത്തരത്തിലുള്ള ആക്രമണ പരമ്പരകൾക്ക് ഹേതുവാകുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ പിന്നെ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് എന്താ കാര്യം? ഒരുപാട് സംഘടനകളും ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒക്കെ ഉള്ള സ്ഥലമല്ലേ കുറ്റിച്ചിറ. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അവിടെ ഇടപെടാൻ സാധിക്കുന്നില്ലെങ്കിൽ, ഇത്തരക്കാരെ ഇവിടെ നിന്ന് അമർച്ച ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ വൻ ദുരന്തമായിട്ട് മാറും. ആർക്കും എന്തും ചെയ്യാൻ പട്ടണങ്ങളിൽ എന്നുള്ള അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വെള്ളിക്കുളങ്ങര പോലീസ് വളരെ സത്വരമായ ഇടപെടലാണ്, ഊർജിതമായ അന്വേഷണമാണ് നടത്തിയത്. കൃത്യമായിട്ട് തന്നെ കേസ് എടുത്തിരിക്കുന്നു. ജാമ്യമില്ലാത്ത വകുപ്പുകൾ ഇട്ടുകൊണ്ട് തന്നെ ആംസ് ആക്ട് പ്രകാരമുള്ള കേസാണ് എടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. നമ്മുടെ ജംഗ്ഷനുകളും നമ്മുടെ കവലകളും ഇതുപോലെയുള്ള ആക്രമണ പരമ്പരകൾക്ക് അരങ്ങേറാനും വടിവാൾ കാഴ്ചകൾക്കും പയറ്റുകൾക്കും ഹേതുവാകാനുള്ള സ്ഥലങ്ങളല്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ആവലാതിക്കാരനോടുള്ള മുൻവിരോധം വെച്ച് ഒന്നാം പ്രതി ഡെയ്സനും രണ്ടാം പ്രതി സുഭാഷും കണ്ടാലറിയാവുന്ന
കുറ്റിച്ചിറ സ്വദേശിയും കൂടി ആവലാതിക്കാരനായ അക്ഷയ് സുന്ദറിനെ വിളിച്ച് കാറിൽ കയറ്റി ഒക്ടോബർ 13 രാത്രി 7:10 കുറ്റിച്ചിറയിലുള്ള മീൻതട്ടിനടുത്ത് കൊണ്ടുവന്ന് അക്ഷയ് സുന്ദറിനെ റോഡിലിറക്കി തല്ലുകയും ടിയാനെ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടെ ഒന്നാം പ്രതി ഡെയ്സൺ അക്ഷയ് സുന്ദറിനെ ചവിട്ടി മീൻതട്ടിലേക്കിട്ട് രണ്ടാം പ്രതി സുഭാഷ് സോഡാക്കുപ്പി കൊണ്ടും കൂടെയുണ്ടായിരുന്ന കണ്ടാലറിയാവുന്നയാൾ കല്ലുകൊണ്ടും തലയിലും ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും അടിച്ചു പരിക്കേൽപ്പിക്കുകയും ഒന്നാം പ്രതി ഡെയ്സൺ കാറിൽ നിന്നും മാരകായുധമായ വടിവാളെടുത്തു കൊണ്ടുവന്ന് നിന്നെ ഇന്ന് കൊല്ലുമെടാ എന്ന് പറഞ്ഞ് തലയിലും മുഖത്തും കാലിലും പലതവണ വെട്ടിയതിൽ വെച്ച് താടിയുടെ വലതുവശത്തും തലയുടെ ഇടതു ചെവിയുടെ പുറകിലും ഇടതു കൈത്തണ്ടയിലും മുറിവുകളും ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും പരിക്കുകളും ഏൽപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കാര്യത്തിന് അക്ഷയ് സുന്ദർ പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വെള്ളിക്കുളങ്ങര പോലീസ് ഇൻസ്പെക്ടർ കൃഷ്ണൻ കെ, വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ ക്രൈം 788/25 അണ്ടർസ്റ്റാൻഡിംഗ് സെക്ഷൻ 126/2 115(2) 118(1) 109(1) റീഡ് വിത്ത് 35 ഓഫ് BNS 2023 ആൻഡ് 27 ഓഫ് ആംസ് ആക്ടായി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.